ഹലോ എവരിവൺ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ക്ലാസ് തുടങ്ങുന്നേക്കാളും മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഒരു ബിഗിനർ ആണ് യൂട്യൂബില്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റ് എങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യുക. ആ വീഡിയോ ഒരു 3 മിനിറ്റ് എങ്കിലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം ഇതിപ്പോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ നമുക്കത് കണ്ടതിന് ശേഷമല്ലേ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നിങ്ങളത് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഞാനിത് വീഡിയോസിലൊന്നും പറയാറില്ല. പക്ഷെ ഇന്നലെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇൻട്രോ ഒന്ന് വെച്ചുകൂടെ. ജസ്റ്റ് ഇൻട്രോസ് ഞാൻ വളരെ കുറവായിട്ടാണ് ഞാൻ ആളുകളോടുള്ള ഒരു ഇന്ററാക്ഷൻ ആണല്ലോ ഇൻട്രോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇന്ററാക്ഷൻ വളരെ കുറവായിരുന്നു എനിക്ക് അങ്ങനെ ഒരു എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം എനിക്ക് ഫാമിലി മെമ്പേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതലും വീഡിയോസ് എനിക്ക് യൂട്യൂബ് സജഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ വീഡിയോസ് പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഇന്നൊരു പഫ് സ്ലീവ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. പഫ് സ്ലീവിന് വേണ്ടിയിട്ടുള്ളത് എനിക്ക് 12.5 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ ആം ഹോൾ 14 ഇഞ്ചും സ്ലീവ് റൗണ്ട് 9, അങ്ങനെയാണ് ഞാൻ മെഷർമെന്റ് എടുത്തിട്ടുള്ളത്. ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള അളവുകളാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പഫ് സ്ലീവ് എങ്ങനെയാണ് എന്റെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാണ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. പലരും പല വീഡിയോസിലും പല രീതിയിലും കട്ട് ചെയ്യുന്നുണ്ടാവും, പല രീതിയിലും. അതൊക്കെ ഓരോരുത്തരുടെ അവർ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ അത് സക്സസ് ആയിട്ടാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അല്ലെ, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അവർ ചെയ്ത് നോക്കിയ ഒരു കാര്യമല്ല നമ്മൾക്ക് അത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഏതൊരു വീഡിയോസ് എടുത്ത് നോക്കിയാലും ഇപ്പൊ ഒരുപാട് സ്റ്റിച്ചിങ് ചാനൽസ് ഉണ്ട് അല്ലെ. ഈ ഒരു യൂട്യൂബിൽ തന്നെ ഞാനൊക്കെ തുടക്കക്കാരിയാണ്. അപ്പൊ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിരുന്നവരെയൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെന്നോ ഒന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പുതുതായി പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരമാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പലരും ഈ യൂട്യൂബിൽ വന്നിട്ട് അവരുടെ ക്ലാസ്സസ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡ് ആണെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കുക. അല്ലാതെ ഒരാൾ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്നതല്ല ഇതിലെ കാര്യം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ കുക്കിംഗ് ചാനൽ ആയാലും പലരും പല മെത്തേഡുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. സ്റ്റിച്ചിങ്ങിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അവരെ കൂടുതലും പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ്സ്, നിങ്ങളുടെ വിലയേറിയ കമന്റ്സ്. ഇപ്പൊ ഇന്നലെ എനിക്ക് ഒരു മാഡം എനിക്ക് അയച്ച കമന്റ്സിലൂടെയാണ് ഞാൻ കൂടുതലും വീഡിയോസ് ക്ലിയർ ഇല്ല അല്ലെങ്കിൽ വീഡിയോസ് കുറച്ചൊന്ന് സൂം ചെയ്ത് കാണിക്കണം, അതുപോലെ തന്നെ ഇൻട്രോ പറയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്നിലേക്ക് ഷെയർ ചെയ്യാം, കമന്റ്സിലൂടെ നിങ്ങൾക്ക് എന്നിലേക്ക് ഷെയർ ചെയ്യാം. നല്ല രീതിയിലുള്ള കമന്റ്സ് ആണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും നമ്മളത് ഫോളോ ചെയ്തിരിക്കും. എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ തയ്യാറാണ്. കാരണം നിങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഓരോരുത്തരോടും. ഇപ്പോ എന്റെ ചാനൽ നോക്കിയാൽ തന്നെ അറിയാം 200 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുന്നേ ഉള്ളൂ എനിക്ക്. എങ്കിലും നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ലേ എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് കണക്ക് നോക്കാം. ഞാനിപ്പോ നോർമൽ സ്ലീവ് ആണ് ആദ്യം കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 12.5 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. അതിന്റെ സീം അലവൻസും കൂടിയിട്ട് ഒരു 13.4 ഞാനിവിടെ മാർക്ക് ചെയ്തിടാണ്. മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ വരച്ചെടുക്കുകയാണ്. ഇവിടെ വരച്ചെടുത്തു. നമ്മൾക്ക് ഇനി ഈ ഒരു ഭാഗത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. ഇവിടെ താഴത്തെ വണ്ണം എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ്. പ്ലസ് 1/4 ഇഞ്ചും കൂട്ടിയിട്ട് ഞാൻ 4.75 ഞാൻ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസ് കൊടുത്തു. മേലത്തെ മസിൽ റൗണ്ട് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അതിന്റെ 1/4 ഇഞ്ച് കൂട്ടിയിട്ട് ഞാൻ 5.75 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇവിടെ നിന്ന് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ്. കാരണം 5.75 ഒക്കെ വരുമ്പോൾ ആ കുട്ടിയുടെ ക്യാപ് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ഈ 5.75 മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക്
ആംഹോൾ വന്നിരിക്കുന്ന 7 ഇഞ്ചാണ് അല്ലെ, അതായത് ആംഹോളിന്റെ പകുതി വന്നിട്ടുള്ള 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ച് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ലൈനിലേക്ക്, അതായത് ഈ ഭാഗത്ത് 7 ഇഞ്ച് എന്ന് വെക്കുക. 7 ഇഞ്ച് എന്ന് വെച്ചിട്ട് നമ്മളിവിടെ കറക്റ്റ് എവിടെയാണ് 7 ഇഞ്ച് വരുന്നത് നോക്കുക. കണ്ടോ, 7 ഇഞ്ച് എവിടേക്കാണ് ടാപ്പ് വെക്കേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് കറക്റ്റ് മെഷർമെന്റ് എടുക്കുമ്പോൾ 7 ഇഞ്ച് എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ, 7 ഇഞ്ച് എന്ന് പറയുന്നത് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പൊ 7 ഇഞ്ചിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ വെക്കുക. അപ്പൊ ഇവിടുത്തെ മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് 5.25 തന്നെയായിരിക്കും. മനസ്സിലായോ? എന്നിട്ട് നമുക്ക് ഇവിടെ 1.5 ഇഞ്ച് നമ്മളിവിടെ തയ്യൽ തുമ്പിട്ട് കൊടുക്കുകയാണ്. ആ തയ്യൽ തുമ്പും ഇതുപോലെ തന്നെ ഞാൻ സ്ട്രെയിറ്റ് വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ആം ഹോള് നമ്മൾ ബോഡിയിൽ നിന്ന് അളന്നെടുക്കുക. മനസ്സിലായോ? ഈ ബോഡിയിൽ നിന്ന് അളന്നെടുത്ത ആം ഹോൾ എന്ന് പറയുന്നത് 8.25 എനിക്ക് കിട്ടിയത്. 8.25 ഒരു 0.1. ആ 8.25 ഞാൻ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഞാൻ മാർക്ക് ചെയ്യാണ്. 8.25 എന്ന് പറയുന്നത് ഇവിടേക്ക് മാർക്ക് ചെയ്യാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഞാൻ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റും ഈ ആം ഹോളും വരുന്ന രീതിയിൽ ഞാൻ ഇവിടെ വരച്ചെടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിന്റെ സെന്റർ നമ്മൾ ആദ്യം കാണും. സെന്റർ കാണുമ്പോൾ എത്രയാണ് വരുന്നത്? 8.25.1 സെന്റർ 4.4.1 വരും അല്ലെ. 4.4.1 മിഡിൽ ആയിട്ടുള്ള ഭാഗം കേട്ടോ, ഈ ഒരു ലൈനിന്റെ മിഡിൽ ഭാഗമാണ് ഞാൻ കണ്ടത്. എന്നിട്ട് ഈ ഒരു ലൈനിന്റെ അതായത് ഈ ഒരു ഭാഗത്തെ ലൈനിന്റെ സെന്റർ കാണാം. 4.5 വരുമ്പോൾ 2.25 ഇതിന്റെ സെന്റർ. അതുപോലെ തന്നെ ഇതിന്റെ സെന്റർ 2.25 തന്നെയായിരിക്കും അല്ലെ. ഇങ്ങനെ 3 മാർക്ക് ഞാൻ മിഡിൽ ആയിട്ടുള്ള പോയിന്റുകൾ ഇട്ടു. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഞാൻ മേലോട്ട് കയറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് 1/2 ഇഞ്ച് ഞാൻ താഴോട്ടും ഇട്ട് വെക്കുകയാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് 1 ഇഞ്ച് നമുക്ക് ഇവിടെ സ്ട്രെയിറ്റ് ആയിരിക്കണം. ആ ഒരു സ്ട്രെയിറ്റ് പോയിന്റിലേക്ക് വേണം നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഈ സെൻട്രൽ നിന്ന് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യണേ. സെൻട്രൽ നിന്ന് ഞാൻ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റിലേക്ക് മാർക്ക് ചെയ്തു. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് ഇങ്ങനെയും മാർക്ക് ചെയ്ത് ഞാൻ നമുക്ക് ഇവിടെയാണ് ഈ ഒരു പോയിന്റ് കിട്ടിയത്. അപ്പൊ ഇവിടേക്ക് നമ്മൾ 1/2 ഇഞ്ച് താഴ്ത്തി വെക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടേക്ക് മേലേക്കായിട്ട് വേണം ഇവിടുത്തെ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്താൻ. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ കറക്റ്റ് പോയിന്റ് വരുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് ആം ഹോൾ കൂടും അല്ലെ, ഈ താഴേക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടേക്ക് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് വേണം ഈ ലൈൻ വരയ്ക്കാനായിട്ട്. കണ്ടല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഓരോ ഭാഗങ്ങൾ നമ്മൾ കറക്റ്റ് ആക്കി വെക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ സെന്റർ കാണുക. സെന്റർ കാണുമ്പോൾ 4.25 വന്നു. ഈ 4.25 അവിടേക്കാണ് ഇനി നമ്മൾ ഇത് വരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗം നമ്മുടെ കറക്റ്റ് ഈ പോയിന്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുക. കണ്ടോ? അപ്പൊ നമ്മൾ വരച്ചെടുക്കുന്നതിലൂടെയാണ് നമ്മളുടെ ഈ മാറ്റങ്ങൾ നമ്മളിത് കണക്കാക്കേണ്ടത് കേട്ടോ. കണ്ടല്ലോ? അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ വരച്ചപ്പോ എന്ത് ചെയ്തു? താഴേക്ക് വന്നു ഈ അറേഞ്ച് അല്ലെ. അപ്പൊ ഇത് താഴേക്ക് വരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈൻ മേലോട്ട് വരച്ചാലാണ് ഈ അറേഞ്ചിലേക്ക് നമ്മളുടെ കർവ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമ്മൾക്ക് ഇവിടെ ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കാം. അപ്പൊ ലൈനുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റുകൾ ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടത് ഇത് തെറ്റായിട്ടുള്ള ലൈനാണ്, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ലൈൻ. കണ്ടോ? ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അല്ലാതെ ഒരളവ് കൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാം കറക്റ്റ് ആയെന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പൊ നമ്മളുടെ കറക്റ്റ് മെഷർമെന്റ് വരുന്നത് ഇവിടെയാണ്. അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തണം. 3.25 നമുക്കിവിടെ ആം ഹോൾ കിട്ടി. ഇനി നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് 1 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇവിടെ വെട്ടുക. എന്നിട്ട് ഇങ്ങനെ പോവാം. അപ്പൊ ലൈൻ ഏതാണ് നമ്മൾ വരച്ചതെന്നൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. ഇങ്ങനെ പോയിട്ട് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കാം. കണ്ടല്ലോ? അപ്പൊ സ്ലീവിന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയില്ലേ? എങ്ങനെയാണ് സ്ലീവ് വെക്കുക എന്നുള്ളത്? ഇതൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോന്ന്.
കണ്ടല്ലോ, ഇതിവിടെ കറക്റ്റ്, അതായത് ഒരു 1/4 ഇഞ്ചൊക്കെ നമുക്ക് ഇവിടെ ഡിഫറൻസ് വരുന്നുള്ളൂ. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് സ്ലീവും ഇതും കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ആം ഹോൾ ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കാം. അപ്പൊ ആം ഹോൾ കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് ഈ വണ്ണം കുറവായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനെ ഡെപ്ത് കൂട്ടിയിട്ട് എടുക്കേണ്ടി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ അറേഞ്ച് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഒരു പോയിന്റ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ, ഇവിടെ നിന്ന് നമ്മളിപ്പോ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഭാഗത്തും 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് 1/4 ഇഞ്ച് ഒരു പോയിന്റ് ഇട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന്, ഇത് സീം അലവൻസ് ആണ്, ഇവിടെ നിന്നാണ് നമ്മൾ കൂട്ടി തയ്ക്കുക അല്ലെ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ 1/4 ഇഞ്ച് ഒരു പോയിന്റ് ഇട്ടോടത്തുനിന്ന് വന്നിട്ട് നേരെ ഈ 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തില്ലേ, ഇവിടെ നിന്നും ഇതിന്റെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്തിട്ടില്ല, ആ ഭാഗത്തേക്ക് കൊണ്ടുവരിക. കണ്ടല്ലോ, ഇങ്ങനെയാണ് സ്ലീവിന്റെ ആം ഹോള് കുഴിച്ചു വെട്ടുക. ഇത്രേ ഉള്ളൂ ആം ഹോളിന്റെ കാര്യം. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ വെട്ടിയെടുക്കുക കേട്ടോ. 1/4 ഇഞ്ചിലേക്ക് വരുന്ന രീതിയിൽ തന്നെ വെട്ടുക. ഇനി നമ്മൾക്ക് ഈ ഒരു സ്ലീവ് വെച്ചിട്ടാണ് പഫ് സ്ലീവ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പൊ പഫ് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ലെങ്ത് ഞാൻ ഇതിൽ കുറവാണ് എടുക്കുന്നുള്ളൂ. ഞാനിവിടെ 3 ഇഞ്ച് ഇവിടെ നിന്ന് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് 3 ഇഞ്ച് താഴോട്ടും, അതായത് ഇവിടെയാണ് നമ്മളെ സ്ലീവ് വരുന്ന ഭാഗം, ഇവിടെ നിന്ന് 3 ഇഞ്ച് താഴേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലെ ഈ ഒരു പോയിന്റിലായിട്ട് ഈ ഭാഗം, അതായത് നമ്മുടെ ഈ ഫോൾഡ് ചെയ്ത ഭാഗല്ലേ, ഇവിടെ ഞാൻ വെക്കുകയാണ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് കറക്റ്റ് ആയിട്ട് വെട്ടി കൊടുക്കുന്നത് കേട്ടോ. പഫ് സ്ലീവ് ആണ് ഇപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വെക്കുക. ഈ 3 ഇഞ്ച് നമ്മളിപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടും മാർക്ക് ചെയ്ത ആ 3 ഇഞ്ച് പോയിന്റിലേക്ക് ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുക കറക്റ്റ് ആയിട്ട്. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കറക്റ്റ് ആയിട്ട് എടുക്കുക. ഇപ്പൊ ഈ ഒരു ഭാഗം ഇനി എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നാണ് ഞാൻ ഇനി കാണിക്കുന്നത്. അപ്പൊ ഇത് ഈ 3 ഇഞ്ച് നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിരിക്കണം കേട്ടോ. ഈ 3 ഇഞ്ച് സ്ട്രെയിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഇത് ചെരുവൊന്നും വരരുത്. നമ്മൾക്ക് ഇനി ഈ ഒരു ഭാഗല്ലേ, ഇവിടെ ഒരു കർവ് നമ്മൾക്ക് വന്നിട്ടില്ലേ, അതായത് ഇവിടെ നിന്നൊരു 3 ഇഞ്ച് നമ്മൾ നോക്കിക്കോളൂ. ഇവിടെ നിന്ന് നമ്മളൊരു 3 ഇഞ്ച്, ഈ ഒരു 3 ഇഞ്ച് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പൊ ഇവിടെ നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ നിന്നാണ് നമ്മളെ ഷേപ്പ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് പഫ് സ്ലീവിന്റെ ഡ്രാഫ്റ്റിംഗ് വരുന്നത്. അപ്പോൾ സ്ലീവിന്റെ ഭാഗത്ത് പ്ലീറ്റ്സ് ഇടാനുള്ളതും ഞാനിത് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ടോ, ഈ ഒരു ലൈൻ ഇങ്ങനെയായിട്ട് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഫാബ്രിക്കിലേക്ക് എടുക്കുമ്പോഴുള്ള ലൈനാണ്. ഇവിടെ ഞാൻ ഇവിടെയും ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആദ്യം ഒരു നോർമൽ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് പഫ് സ്ലീവിന്റെ ഡ്രാഫ്റ്റിംഗ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് തുണിയിലേക്കും ഇതുപോലെ തന്നെ വെട്ടിയെടുക്കാം. ഇത് ഒരു തുണിയിലേക്ക് വെച്ചിട്ട് ഇതേപോലെ തന്നെ വെട്ടിയെടുക്കാം. അപ്പൊ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. ഇത് നിങ്ങൾ ഇതുപോലെ ഒരു പാറ്റേൺ ഒന്ന് വെട്ടി വെച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ എന്നൊന്ന് ഫുൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ അറിവുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.